നിങ്ങൾക്കറിയാം, ഞാൻ പല വീഡിയോയിലായിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ ജനസൈഡ് ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്താണ് ഉണ്ടായത്, ബേസിക്കലി എവിടെയാണ് പിഴച്ചത്? ഇന്ത്യക്ക് പിഴച്ചു എന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഇത് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു 60% കപടതയും കള്ളത്തരങ്ങളും മാത്രമാണ്. നിറം കൊടുത്ത് ഒരു പ്രത്യേക ഫാമിലിയെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. നെഹ്റു ഫാമിലി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട സംഭവമാണ്. ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഓതേഴ്സും ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത് ഇടതുപക്ഷക്കാരായിരുന്നു. കാരണം നെഹ്റുവുമായിട്ടുള്ള ബന്ധം, പിന്നെ ഇന്ദിരാഗാന്ധിയായിട്ടുള്ള ബന്ധം, സോഷ്യലിസ്റ്റ് ബന്ധം. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും നെഹ്റു ചെയ്തത്, ഇന്ദിരാഗാന്ധിയൊക്കെ ചെയ്തത് ഇതേപോലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ആൾക്കാരെ ഇൻ്റലക്ച്വൽസ് ആയിട്ട് അങ്ങ് വെച്ചു. ഇവർക്ക് ഈ പുസ്തകം എഴുതാനും ആ പരിപാടി ഈ പരിപാടിയൊക്കെ അവരുടെ കൊടുത്തിരുന്നത്. അവർക്ക് പണവും കൊടുത്തു. ഈ പറയുന്ന ഫാമിലിയെ പറ്റി ഇല്ലാത്ത കഥകളൊക്കെ അടിച്ചങ്ങ് ഉണ്ടാക്കിയെടുത്തു. നെഹ്റു ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്ര വലിയ പണക്കാരനായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ 4 കാറ് പോയി നിൽക്കുമായിരുന്നു. അതേപോലെ നെഹ്റു താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അത് കയറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലോക്കിന് ടൈം അത് കീ കൊടുക്കുന്നവൻ രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം 8 മണി വരെ കീ കൊടുക്കണം. അത്രമാത്രം ക്ലോക്കുകളായിരുന്നു. ഇതുപോലെയുള്ള കള്ളത്തരവും കപടതകളും, അതേപോലെ തന്നെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം അത് നിർത്താൻ കാരണം ഇന്ന് വരെ അവർ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു കാരണം. അതുവരെ കപടതയും കള്ളത്തരവും മാത്രം എഴുതി. എന്തുകൊണ്ടാണ് ഗാന്ധിജി സത്യാഗ്രഹം തുടങ്ങിയത്? കൽക്കട്ടയിൽ വിഭജന സമയത്ത് പാകിസ്ഥാൻ ഇത്ര കോടി രൂപ, 54 കോടി രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് നെഹ്റുവും കൂട്ടരും അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നമ്മൾ പറഞ്ഞ വാക്കിന് വിലയുണ്ടായിരിക്കണം, അവരും ഇന്ത്യക്കാരാണ്, അതുകൊണ്ട് ആ പണം കൊടുക്കണമെന്ന് ഗാന്ധിജി പറഞ്ഞു. അത് പറ്റില്ല എന്ന് നെഹ്റു പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അദ്ദേഹം കൽക്കട്ട സത്യാഗ്രഹം ചെയ്യുന്നത്. അവസാനം സ്ഥിതി മോശമായി കഴിഞ്ഞപ്പോൾ രാത്രിക്ക് രാമായണം ഡൽഹിയിലുള്ള RBIയുടെ വാതിൽ തുറന്നിട്ട് പണം അവിടെ എത്തിയ ശേഷം മാത്രമാണ് ഗാന്ധി സത്യാഗ്രഹം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ എത്ര ടെക്സ്റ്റ് ബുക്കിലും ഹിസ്റ്ററിയിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഒരു ഫോറിന് എഴുതിയ ചരിത്രത്തിലാണ് ഇത് പറയുന്നത്. അതവിടെ മുഴുവൻ കള്ളത്തരവും കപടതയും മാത്രമാണ്. അത് മുഴുവനും അത് റീസ്ട്രക്ചർ ചെയ്ത് എഴുതുക. അതേപോലെ ഇൻഡോ പാക് വാറിനകത്ത് കള്ളത്തരം എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് വെസ്റ്റ് പാകിസ്ഥാൻ, വെസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, വെസ്റ്റ് ബംഗാളുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. അതായത് ഏകദേശം 14 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചു മുക്തിവാഹിനിയായിട്ട്. അപ്പം അന്ന് ഇന്ത്യയുടെ ആർമിയുടെ ജനറലായിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ മനേക്ഷ അപ്പം ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു. ഇന്ദിരാഗാന്ധി പറഞ്ഞു, വാർ ജയിച്ചു, അവർ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തു. ആ സമയത്ത് ഇന്ത്യൻ മനേക്ഷ ഉൾപ്പെടെയുള്ള കോർ കമാൻഡേഴ്സ് അവരുമായിട്ടൊരു ഡിസ്കഷൻ നടത്തി. നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഈ ബംഗ്ലാദേശും ബംഗാളുമായിട്ടുള്ള ചരിത്രത്തിൽ ഹിന്ദു മുസ്ലിം ലഹള, ഇന്ത്യയിൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഹിന്ദു മുസ്ലിം റയറ്റ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ബംഗ്ലാദേശിലും ബംഗാളിലുമാണ്. അപ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. ഇതൊക്കെ വലിയ ചരിത്രമാണ്. ഇത് പൂർണ്ണമായിട്ട് അവഗണിച്ചാണ് നമ്മുടെ ചരിത്രം എഴുതിയിരിക്കുന്നത്. കാരണം ഒരു ബ്രിട്ടീഷുകാരൻ്റെ 2-3 പുസ്തകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ചരിത്രം മുഴുവൻ കള്ളത്തരം എഴുതിയേക്കുക. അപ്പോൾ ഇൻഡോ പാക് വാറുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ചില ആർമി ജനറൽസ് എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പോൾ അവരൊരു സജഷൻ ഇന്ദിരാഗാന്ധിക്കും ഇന്ത്യൻ ക്യാബിനറ്റിനും കൊടുത്തു. അവർ പറയുന്നത്, അപ്പോൾ അവിടെ ഇത്ര ശതമാനം അവിടെയുള്ള ഹിന്ദുക്കളുണ്ട്, ഇവരുടെ ലൈഫ് ഒരിക്കലും ഈ ഫർദറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് അവർ കൊടുത്തൊരു നിർദ്ദേശം, അത് മുജീബ് റഹ്മാനും തത്വത്തിൽ അംഗീകരിച്ച ശേഷമാണ് നിർദ്ദേശം ഇന്ദിരാഗാന്ധിക്ക് കൊടുക്കുന്നത്. അതായത് ഇന്ത്യയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് അവിടെയുള്ള ഈ ഹിന്ദു മതക്കാരെയും അവിടെ വെറി ന്യൂനപക്ഷമായ ക്രൈസ്തവരെയും അതേപോലെ തന്നെ സിഖുകാരെയും മാർവാടികളെയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവിടെ റീലൊക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനൊരു ചോദിച്ചെങ്ങാണ്ട് 3 മാസമോ 4 മാസമോ സമയമാണ്. കാരണം റീലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയുടെ ബോർഡർ
ഇന്ത്യയുടെ ബോർഡറുമായിട്ട് കിടക്കുന്ന 2 അല്ലെങ്കിൽ 3 സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇത്ര ശതമാനം ഹിന്ദുക്കളുണ്ട്, പോപ്പുലേഷനുണ്ട്. അപ്പോൾ അവിടെയുള്ള അവിടെ പ്രത്യേകിച്ച് വിഭജനമായിട്ട് കിടക്കും, വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാം ഈ ഢാക്കയുമായിട്ട് ചേർന്നതാണ്. ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്യുമ്പോൾ ഇവരവിടെ ഒരുമിച്ച് താമസിച്ചോളും. നാളെ ഫർദർ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് സാധിക്കും. ആലോചിച്ച് നോക്കുക, ഇന്ദിരാഗാന്ധിയെക്കാളും അന്നുണ്ടായിരുന്ന ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിനേക്കാളും എത്രയോ എത്രയോ അവരുടെ വിഷൻ ആലോചിച്ച് നോക്കുക. അന്നത്തെ ആർമി ജനറൽ സാബ്, പിന്നീട് അദ്ദേഹം ഫീൽഡ് മാർഷലായിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ അംഗീകരിച്ചത്. ഇത് ഇന്ദിരാഗാന്ധി വായിച്ചിട്ട് അപ്പോഴേ ചവറ്റുകുട്ടയെ കള്ളി. അപ്പോൾ അതിനുശേഷം ഉണ്ടായ സംഭവം ആലോചിച്ച്, ഇത് എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഈ സംഭവം? ഇത് റിയൽ ആയിട്ടുണ്ടായ സംഭവം. ഇതിൻ്റെ പേരിൽ അന്നുള്ള സീനിയർ ആയിട്ടുള്ള 2-3 ആർമിയുടെ മേജർ ജനറൽമാർ റിസൈൻ ചെയ്തു. കാരണം ഇന്ദിരാഗാന്ധി കാണിച്ച തെറ്റായിപ്പോയി, റിസൈൻ ചെയ്തു. ഇതെവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇവർ പറഞ്ഞത് തന്നെ പിന്നെ സംഭവിച്ചു. ഈ വാറിന് ശേഷം അവിടെ റൈറ്റ് ഉണ്ടായി, അതായത് ഹിന്ദു മുസ്ലിം റൈറ്റ് ഉണ്ടായി. അവിടെ ഉണ്ടായ റൈറ്റിൻ്റെ ഭാഗമായിട്ട് വലിയൊരു വിഭാഗം ആസാമിലെ ബ്രഹ്മപുത്രയുടെ അപ്പുറത്തെ കരയിൽ വന്നു. പിന്നീട് വെസ്റ്റ് ബംഗാളിൽ ഈ പലപ്പോഴും റൈറ്റ് ഉണ്ടാവുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളും വന്ന് ഇവിടെയുള്ള മുസ്ലിങ്ങളും അങ്ങോട്ട് കയറി. പിന്നെ അവിടെ ഒരു അൺസർട്ടനിറ്റി ആണെന്നില്ല. അവിടെ ഭരണം ഇടയ്ക്ക് പട്ടാളം ഭരിക്കുന്നു, അതിനിടയ്ക്ക് ജമാഅത്ത് കയറി അവിടെ ഇസ്ലാമിക രാജ്യമാക്കുക ഉണ്ടാക്കുന്നത്, ആകെ സർട്ടനിറ്റിയായി. അന്നത്തെ ആർമിയുടെ ഉദ്യോഗസ്ഥന്മാരും അത് കണ്ട് പഠിക്കാൻ പോയി ഇന്ത്യയുടെ ബ്യൂറോക്രാറ്റ്സും പറഞ്ഞ് ഇത് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയുടെ ബോർഡർ എപ്പോഴും സേഫാണ്. അവിടെയുള്ള ഈ ഹിന്ദു മെജോറിറ്റി വരുന്ന റീജിയൻസിനെ ഇന്ത്യയുടെ സപ്പോർട്ടോടുകൂടി വലിയ ശക്തമായ രീതിയിലൊരു സ്റ്റേറ്റ്, ബംഗ്ലാദേശിനകത്തുള്ള സ്റ്റേറ്റാക്കി മാറ്റുക. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലോട്ടുള്ള ഒഴുക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പം അവരുടെ വിഷൻ ആലോചിച്ച് നോക്ക്. അപ്പം അതൊന്നും ഇന്ദിരാഗാന്ധി എന്ന് പറയും ഇന്ത്യയുടെ അന്നത്തെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രൈം മിനിസ്റ്റർക്ക് മനസ്സിലായി, പക്ഷെ അവരുടെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട US-ൻ്റെ ഒരു അഡ്വൈസറായിരുന്നു കിസിഞ്ചർ. അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയത്. അയാളും ആ തീരുമാനത്തോട് അനുകൂലിച്ചു. കാരണം ആ റീജിയൻ്റെ അകത്ത് സമാധാനം ഉണ്ടാകാൻ സാധിക്കും. ഇനി ഹെൻറി കിസിഞ്ചറിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു നിർദ്ദേശം വരികയും അപ്പം ഇന്ത്യൻ ആർമിക്ക്, കാരണം ഇന്ത്യയുടെ കസ്റ്റഡിയിലാണ്, ഏകദേശം ഇത്ര സമയം കൊടുക്കുക, അവരെ റീലൊക്കേറ്റ് ചെയ്യും. ഇവിടെയുള്ള മുസ്ലിങ്ങൾ അങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ ആ ലാൻഡ് ഇവർക്ക് ഇന്ത്യയുടെ സഹായത്തോടു കൂടി ആ റീജിയൻ ഇന്ത്യക്കും സെക്യൂർഡാകും. ഈ പറയുന്ന ഇങ്ങോട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള വരവും ഈ സംഭവം ഒഴിവാക്കാൻ സാധിക്കും. ഇന്ന് അനുഭവിക്കുന്നത് മുഴുവനും ഇന്ദിരാഗാന്ധി കാണിച്ച പൊട്ടത്തരവും മണ്ടത്തരവും. ഇപ്പോഴും ഇന്ദിരാഗാന്ധി ആൾക്കാരെ പോർട്രേറ്റ് ചെയ്യുന്നിങ്ങനെ 71 വാറിൽ 2 കൊടുത്തു. എല്ലാ വാറുകളിൽ പല രാജ്യങ്ങൾ പലരും വിഭജിക്കുമ്പോൾ ഇതിന് പ്രേരകമായി നിൽക്കുന്നൊരു രാജ്യം കാണും. അപ്പോൾ അമേരിക്ക പലയിടത്തും കയറി ചെയ്യുന്ന, അവിടെ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന സംഭവമാണ്. ലെബനോട്ട് കയറി കഴിയുമ്പോൾ തെക്കൻ ലെബനൻ അവർ കൺട്രോളിലങ്ങ് ആക്കി. അപ്പം അതിനുശേഷം ആ രാജ്യം അവരുടെ സെക്യൂരിറ്റിയും അവിടെ, കാരണം ലോകമെന്ന് പറയുന്ന അപ്പോഴും മതവും ജാതിയുമായിട്ട് പിണഞ്ഞു കിടക്കുകയാണ്. അതിന് തള്ളിക്കളയാൻ പറ്റത്തില്ല. നിങ്ങൾ യൂറോപ്പ് എടുത്തു കഴിഞ്ഞാൽ, ആഫ്രിക്ക എടുത്താലും, ഏഷ്യൻ രാജ്യങ്ങളെടുത്താലും, മിഡിൽ ഈസ്റ്റ് ഏഷ്യ എടുത്താലും, വെസ്റ്റ് ഏഷ്യ എടുത്താലും എല്ലാം ഇതിനകത്തുണ്ട് ഈ പ്രശ്നം. കാരണം ഇപ്പോഴത് കുറച്ച് മാറാൻ തുടങ്ങി. പക്ഷെ അന്നിത് വളരെ രൂക്ഷമാണ്. നിങ്ങൾ നോക്കുക, 71 ശേഷം 1970 എത്ര റയറ്റാണ് ബംഗ്ലാദേശിൽ നടന്നത്. അപ്പം ഈ റയറ്റൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഇന്ത്യക്കാരാണ്. ഇന്ത്യയിൽ നിന്ന് 2 കോടിയിലുള്ള അൺഡോക്യുമെൻ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശികൾ വന്നു ജോലിക്ക്. അതിൻ്റെ കാരണമുണ്ട്, കാരണം ആ രാജ്യം രക്ഷപ്പെട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ കുറച്ച് ഊളകൾ പറഞ്ഞിട്ട് ഹാപ്പി ഇൻഡെക്സ്, എക്കണോമിക് പ്രോസ്പെരിറ്റി, കോപ്പ അവിടെ പോകുന്നവർക്കറിയാം എന്തോടെ ഉള്ളത്. അല്ലെ അവിടെ നിന്ന് ഇവിടെ വരുന്ന ജോലി ചെയ്യുന്നവർ അവരോട് ചോദിച്ചാൽ മതി. ഇതൊക്കെ ഇൻഡെക്സ് ഉണ്ടാക്കിയെടുക്കുക പല രീതിയിൽ. ഇൻഡെക്സ് അല്ല, ഗ്രൗണ്ട് സീറോയിനാണ് മാറ്റർ ചെയ്യുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട സംഭവം, ഇന്ത്യയുടെ ഒരു നാഷണൽ സെക്യൂരിറ്റിയും പോളിസിയും ഇന്ത്യയിൽ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ സംരക്ഷണം,
ഇതിനൊക്കെ പൂർണ്ണ കാരണക്കാരി ഇന്ത്യ കണ്ട ഏറ്റവും മോശമായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആ സ്ത്രീയായിരുന്നു. അതായത് പക്ക ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഉൾപ്പെടെ നശിപ്പിച്ച് അവരുടെ പരിധിയിലാക്കാൻ ഇവിടെ എമർജൻസിയും മാർഷൽ ലോയും കൊണ്ടുവന്ന് ആ സ്ത്രീയെ ഇവിടുത്തെ മലയാളി ഉണ്ണാക്കന്മാർ പൊക്കിയെടുത്തുകൊണ്ട് നടക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കി ഇമാനുവേൽ പാച്ചപ്പുടാസിൻ്റെ പുസ്തകം ഇന്ദിരാഗാന്ധിയെ പറ്റി. എത്ര മോശമായിട്ടാണ് ആ സ്ത്രീയെ പറ്റി പറയുന്നത്. ജനാധിപത്യത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്ത്യൻ സേനയ്ക്കകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതേപോലൊരു ഡിക്റ്റേറ്റർ ഏതോ രീതിയിൽ നെഹ്റുവിൻ്റെ മകളായി കയറി വന്നു. ആലോചിച്ച് നോക്കുക, ഇവിടുത്തെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഇന്ത്യയിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? ബേസിക്കലി അന്ന് മഹാത്മാഗാന്ധിജിയെ ഈ RSS അഫിലിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വെടിവെച്ച് കൊന്നതാണ് കാരണം. അതുകൊണ്ടാണ് ഇവിടെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് വളരെ നാളത്തേക്ക് ഇല്ലാതെ പിന്നെ ലെഫ്റ്റ് സോഷ്യലിസ്റ്റ് ആയിട്ട് വന്നു. അല്ലെങ്കിലൊന്ന് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ് ആ സ്ത്രീ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകത്തില്ല. ഒന്നാമത്തെ 1.5 ടൈം കഴിയുമ്പോൾ നെഹ്റുവും മാറി വേറെ ആൾക്കാർ ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഈ പൂർണ്ണമായിട്ട് ഇന്ത്യ മാറിയാണ്. നമ്മൾ എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യണം. ഇന്ത്യയുടെ ദുരന്തമായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന ഏറ്റവും ആ ദുരന്തത്തിൻ്റെ പ്രധാന കാരണക്കാരി ആ സ്ത്രീ തന്നെയാണ്. എന്താ ഇത്രമാത്രം പ്രശ്നക്കാരിൽ KPCC കേരളത്തിലെ ആൾക്കാർ ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയൊക്കെ വെച്ച് പൂജിച്ച് കാണുമ്പോൾ ഇവരെ വായിച്ച് മനസ്സിലാക്കിയ വ്യക്തി എന്ന നിലയ്ക്ക് ഇവന്മാരോട് എനിക്ക് പൂച്ച. കാരണം ഇവരെപ്പറ്റി ആർക്കും ഒന്നും അറിയത്തില്ലല്ലോ. എല്ലാ സ്തുതിപാഠകരെ കൊണ്ട് നിറച്ച ഒരു വൃത്തികെട്ട സ്ത്രീ അവരായിരുന്നു ഇന്ദിരാഗാന്ധി. ആ യാഥാർത്ഥ്യമെങ്കിലും നിങ്ങൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം.